എന്റെ പ്രിയപ്പെട്ട നേതാവ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രത്യേകം വിളിച്ചു പറഞ്ഞു, ഈ സമ്മേളനത്തിൽ ഞാൻ പോയിരിക്കണമെന്ന് പ്രത്യേകം അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഡൽഹിയിൽ നിന്ന് നേരെ വന്നത് സമസ്തയുടെ തന്നെ ഒരു പരിപാടിക്കായിട്ടാണ്. ഞാൻ നേരെ വിമാനത്താവളത്തിൽ നിന്ന് ചാമക്കാലയിലേക്കാണ് പോയിരുന്നത്. ഈ പരിപാടിക്ക് പങ്കെടുത്തിട്ട് മാത്രം തിരിച്ച് ഡൽഹിയിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ ഈ പരിപാടി എന്ന് പറയുന്നത്, ഈ യാത്ര എന്ന് പറയുന്നത്, 100 വർഷം എന്ന് പറയുന്ന ഒരു സംഘടനയുടെ യാത്ര എന്ന് പറയുന്നത് നമുക്ക് 5 മിനിറ്റിലോ 10 മിനിറ്റിലോ പറയാൻ പറ്റാത്തൊരു സംഗതിയാണ്. ഡൽഹിയിൽ ഞങ്ങൾ വലിയൊരു മഹാസമ്മേളനം കഴിഞ്ഞ നവംബറിൽ അവിടെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തതാണ്. അതിന്റെ അവസാന മിനുക്കുപണി വരെ എത്തിയപ്പോഴാണ് നമുക്ക് ആ ചെങ്കോട്ടയിലുള്ള ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായത്. അതിനെ തുടർന്ന് നമുക്ക് സെക്യൂരിറ്റി ക്ലിയറൻസ് കിട്ടാതെ വന്നതുകൊണ്ടാണ് ഡൽഹിയിലെ പരിപാടി നമുക്ക് നടത്താൻ പറ്റാതിരുന്നത്. അല്ലെങ്കിൽ വലിയ മനോഹരമായിട്ട് അതിവിപുലമായിട്ട് പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ വരാമെന്ന ഏറ്റൊരു പരിപാടിയാണ് നമുക്ക് മാറ്റേണ്ടി വന്നത്. ഇൻഷാ അല്ലാ ഈ യാത്ര കാസർഗോഡേക്ക് എത്തുമ്പോഴേക്കും ഇതിന്റെ പരിപാടി നമ്മൾ ഫെബ്രുവരിയിൽ നടത്തുമ്പോൾ അതിഗംഭീരമായിട്ട് ഉള്ളൊരു പരിപാടിയാക്കി മാറ്റാൻ നാം എല്ലാവരും അതിന്റെ മുന്നിൽ തന്നെ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് ലീഗിന്റെ രാജ്യസഭാ എം പി അഡ്വക്കേറ്റ് ഹാരിസ് ബീരാന് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനാ. ആ ഹാരിസ് ബീരാന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. പാണക്കാട് തങ്ങള്, പാണക്കാട്ടെ പുന്നാര തങ്ങള്, സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങള് ഹാരിസ് ബീരാനോട് വിളിച്ചു പറയാ, നിങ്ങള് കേരളത്തിൽ വരുമ്പോ എറണാകുളം ജില്ലയിലെ സയ്യിദ് ജിബ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന സന്ദേശയാത്ര എറണാകുളത്ത് എത്തുമ്പോ അവിടെ നിങ്ങൾ ഉണ്ടാവണം, അവിടെ നിങ്ങൾ പങ്കെടുത്തിട്ട് നിങ്ങൾ തിരിച്ചു പോയാൽ മതി ഡൽഹിക്ക് എന്ന് ആര് പറയാ? സാദിഖ് അലി തങ്ങള് ഹാരിസ് ബീരാനെ വിളിച്ചിട്ട് പറയാ. എന്താ പറയാനുണ്ടായ കാരണം? പലരും, ചില മുനാഫിക്കുകൾ പാണക്കാട്ട് വരികയും സമസ്തയുടെ ചേളാരി ഓഫീസിൽ വരികയും ഒക്കെ ചെയ്യുന്ന ചില മുനാഫിക്കുകൾ, ആ മുനാഫിക്കുകള് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി കൊടുത്തു, അല്ലെങ്കിൽ ചില തെറ്റായ വിവരം മാധ്യമങ്ങളോട് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്ന മാതിരിക്ക് വാർത്ത കൊടുക്കി. എന്താ വാർത്ത കൊടുക്കേണ്ടത്? ലീഗ് ബഹിഷ്കരിച്ചു എന്ന് വാർത്ത കൊടുക്കി. എന്താ അവന്റെ താല്പര്യം? ആ മുനാഫിക്കുകളുടെ താല്പര്യം എന്താ? സമസ്തയെയും ലീഗിനെയും ഈ ഉമ്മത്തിനെയും തമ്മിലടിപ്പിക്കണം. ഇതായിരുന്നു താല്പര്യം. ആ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇവര് മാപ്രകൾക്ക് ചില മിസ്ഇൻഫർമേഷനുകൾ അല്ലെങ്കിൽ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിലുള്ള ചിലതൊക്കെ വിളിച്ചു പറഞ്ഞു കൊടുക്കുക. മാപ്രകളോ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ കാത്തിക്കല്ലേ? ഈ സമൂഹത്തിനെ, ഈ ഉമ്മത്തിനെ തമ്മിലടിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ ഈ ഉമ്മത്തിനെ തെറി വിളിക്കാൻ, ഈ ഉമ്മത്തിനെ അധിക്ഷേപിക്കാൻ, ഈ ഉമ്മത്തിനെ പരിഹസിക്കാൻ, ഈ ഉമ്മത്തിനെ പ്രതിക്കൂട്ടിൽ നിൽക്കാൻ എന്തെങ്കിലും ഒന്ന് കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന കേരളത്തിലെ മാപ്രകള്, മാധ്യമ പ്രവർത്തകരെ, ഇത്തരത്തിലുള്ള മുനാഫിക്കുകൾ വിളിച്ചു പറഞ്ഞു കൊടുക്കുന്ന പച്ചക്കള്ളം വാർത്തയാക്കുന്നത് നമ്മൾ കാണുക. അപ്പൊ സാദിഖ് അലി തങ്ങൾ എന്ത് പറഞ്ഞു? ഹാരിസ് ബീരാനെ വിളിച്ചിട്ട് മലപ്പുറത്തേക്ക് എത്താൻ സമയമെടുക്കും. കാരണം മലപ്പുറത്തേക്ക് എത്തണമെങ്കിൽ, കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങിയത് മലപ്പുറത്തേക്ക് എത്തണമെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കിയും, എറണാകുളം, ആലപ്പുഴയും അതുപോലെ തൃശ്ശൂരും ഒക്കെ പിന്നിട്ട് വേണം മലപ്പുറത്തേക്ക് എത്താന്. അപ്പൊ മലപ്പുറത്തേക്ക് എത്തുന്നതിന് മുമ്പ് പോയിട്ട് ഈ പരിപാടി, സമസ്ത എന്ന് പറഞ്ഞ ലീഗാണ്, ലീഗിന് ഈ സമസ്തയുടെ 100ാം വാർഷികം നടത്തുന്നതും ലീഗാണ് എന്നുള്ളത് ഹാരിസ് ബീരാൻ നിങ്ങൾ പോയിട്ട് വിളിച്ചു പറയണം എന്ന് സാദിഖ് അലി തങ്ങള് നിർദ്ദേശിക്കുക. കാരണം എന്താ? അങ്ങനെ ഈ ഉമ്മത്തിനെ തമ്മിലടിപ്പിക്കാനുള്ള ഒരവസരം, ആ അവസരം നമ്മൾ അത് വകവെച്ച് കൊടുക്കരുത് എന്ന് സാദിഖ് അലി തങ്ങൾ തീരുമാനിക്കുക. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ സമസ്ത എന്ന് പറയുന്നത് ലീഗാണ്, ലീഗ് എന്ന് പറയുന്നത് സമസ്തയാ അല്ലെന്ന് പറയോ? ഞാൻ 1000 തവണ എന്റെ സമസ്തക്ക് വേണ്ടി ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറയുമ്പോഴും പോളിംഗ് ബൂത്തിൽ പോയി നിൽക്കുമ്പോ, വയറിൽ മഷി പുരട്ടിയിട്ട് പോളിംഗ് ബൂത്തിൽ പോയി നിൽക്കുമ്പോ അവിടെ കോണി ചിഹ്നം കണ്ടിട്ട് അതിലല്ലാണ്ട് വേറൊന്നിന് കുത്താൻ എന്റെ മനസ്സ് അനുവദിക്കൂലെന്നേ. ഇപ്പൊ സമസ്ത എന്ന് പറഞ്ഞാൽ ലീഗ് തന്നെയാണ് ഈ പരിപാടി നടത്തുന്നതെന്ന്. നിങ്ങൾക്ക് എന്താ പ്രശ്നം? പിന്നെ എല്ലാവരും ഇങ്ങനെ മുഖ്യധാരയിൽ ഉണ്ടാവില്ല. അതിന് പല കാരണങ്ങളുണ്ട്. അത് എന്താന്ന് വെച്ചാല് ഈ സമസ്തനെയും ലീഗിനെയും
തെറ്റിക്കാൻ കുറെ കാലമായിട്ട്, അത് ഇന്നും ഇന്നലെയും അല്ലെങ്കിൽ ജിഫ്രി തങ്ങൾ ഈ കന്യാകുമാരിയിൽ നിന്ന് സന്ദേശയാത്ര തുടങ്ങിയപ്പോഴോ, അല്ലെങ്കിൽ ഈ കൊടി കൈമാറ്റം നടത്തിയപ്പോഴോ, അതല്ലെങ്കിൽ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങള് പുന്നാര ആ ആറ്റപ്പൂന് മഹ്ഫിറത്ത് കൊടുക്കണേ. ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുക, ആ ആറ്റപ്പൂ സമസ്തന്റെ 100-ാം വാർഷികം പ്രഖ്യാപിക്കുമ്പോഴോ മുതൽ തുടങ്ങിയതല്ല, ഇത് കുറെ കാലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു കൂട്ടം ആളുകൾ മാറി നിന്ന് സമസ്തയെയും ലീഗിനെയും പാടെ എന്തെങ്കിലും പറഞ്ഞ് തമ്മിലടിപ്പിക്കുവാനുള്ള ഈ പറയുന്ന വ്യാജമായ പ്രചരണങ്ങള്, കള്ളപ്രചരണങ്ങൾ നടത്തുന്ന മുനാഫിക്കുകള്, ദീൻ എന്താണ്, സമസ്ത എന്താണ്, ലീഗ് എന്താണെന്ന് അറിയാത്ത കുറെ എണ്ണം. പേരില് മുഹമ്മദും അഹമ്മദും ബോക്കറും നാസറും ഒക്കെ ഉണ്ടാവും, മനസ്സിലായില്ലേ? പേരിൽ അതൊക്കെ ഉണ്ടാവും. പക്ഷെ ഒന്നാം തരം മുനാഫിക്കുകള് അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊന്നും തിരിച്ചറിയാൻ കഴിയാത്തതല്ല. ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഒരു മുനാഫിക്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതല് എല്ലാ സൗകര്യങ്ങളും ഉപയോഗിക്കാൻ കഴിയുന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ 2 തലക്കലും ഏറ്റവും കൂടുതൽ സാധിക്കുന്ന മുനാഫിക്കിനാ. 2 തലക്കലും തീ കൊടുക്കാൻ ഈ മുനാഫിക്കിന് എളുപ്പമുണ്ട്. സോഷ്യൽ മീഡിയകൾ വഴി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഈ 2 തലക്കും തീ കൊടുക്കാൻ മുനാഫിക്കിന് എളുപ്പമുണ്ട്. പക്ഷെ ഒരു സമസ്തക്കാരന്, ഒരു ലീഗുകാരന് അത് എളുപ്പമുള്ള പണിയല്ല. അവന്റെ ആശയവും ആദർശവും പറഞ്ഞു നിൽക്കാന് വലിയ പാടാ, വലിയ ബുദ്ധിമുട്ടാ. അതിനിടയിൽ കിടന്നിട്ടാ ഈ മുനാഫിക്കുകള് 2 തലക്കും കടന്ന് തീ കൊടുക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞ പാണക്കാട്ട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങള് ഹാരിസ് ബീരാനെ വിളിച്ചിട്ട് പറഞ്ഞു, മലപ്പുറത്തേക്ക് എത്താൻ കാത്തു നിന്നാൽ ശരിയാവൂല, നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, എറണാകുളത്ത് അവിടെ ചെന്നിട്ട് നിങ്ങൾ ഇത് പറയണം, ലീഗുകാര് ബഹിഷ്കരിച്ചു. എടാ ചങ്ങായിമാരെ, ലീഗുകാരാണോ ഇത് നടത്തുന്നത്? ഈ സമസ്തക്കാരെന്ന് പറയുന്നതൊക്കെ അതിന്റെ 95% ആൾക്കാരും ഞങ്ങൾ ലീഗുകാരനെ. ഇനിയിപ്പോ ലീഗുകാരനല്ലെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ ആരാണെങ്കിലും സമസ്തക്ക് വേണ്ടി ഇപ്പൊ ആര് വന്നാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, ഞങ്ങളോടൊപ്പം ആര് നിന്നാലും ഒരു പ്രശ്നമില്ല എന്ന് വിചാരിച്ചിട്ട് ഈ പരിപാടി നടത്തുന്ന ലീഗുകാരല്ലാന്ന് മാത്രം പറയുന്നത്. ഇത് ലീഗുകാരനെയാണ് നടത്തുന്നത്. അതെന്താ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തത്? ഇത് 1000 തവണ ഇതന്നെ ഓതിക്കൊണ്ട് നിന്നിട്ട് എന്തെങ്കിലും ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറെ മുനാഫിക്കുകൾ ഇറങ്ങി പുറപ്പെട്ടുക. വല്ലാത്തൊരവസ്ഥയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതിൻ്റെ ഇടയിൽ കുറച്ചാൾക്ക് വല്ലാത്ത ഒരു എന്താ പറയേണ്ടത്, എനിക്ക് ആ സീറ്റ് തന്നില്ല, എനിക്ക് ഈ കസേര തന്നില്ല എന്നും പറഞ്ഞിട്ട് കുറച്ചാൾക്കാർ മാറി നിൽക്കുക. എന്ത് കാര്യമുണ്ട്? ഈ സമസ്തക്കൊപ്പം നിൽക്കാൻ കഴിയാന്ന് പറയുന്നത് തന്നെ ഒരു തൗഫീഖാണ്. അങ്ങനെ അങ്ങോട്ട് ചിന്തിച്ചാ പോരെ നിങ്ങൾക്ക്? അതിന് കഴിയണില്ലെങ്കിൽ പിന്നെ എന്തായി പറയേണ്ടത് നിങ്ങളോട്? അതിന് കഴിയണില്ലെങ്കിൽ ഈ സമസ്തക്കൊപ്പം നിൽക്കാൻ കഴിയാന്ന് പറയുന്നത് തന്നെ വലിയൊരു തൗഫീഖാണ്. അതിന് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് പറയാനാ? എന്നിട്ട് വാർത്ത പടച്ചുവിടുക. എന്താ വാർത്ത? ലീഗ് ബഹിഷ്കരിച്ചു. എന്ത് ബഹിഷ്കരിക്കാണ്? നടത്തുന്ന തന്നെ ലീഗാണോ? ഇത് പറഞ്ഞാ മനസ്സിലാവണില്ല എന്ന് പറഞ്ഞാല് പിന്നെ എന്താ ചെയ്യാ? നിങ്ങൾക്കറിയോ? പാണക്കാട്ടെ തങ്ങന്മാര്, PMS പൂക്കോയ തങ്ങള്, സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള്, സെയ്ദ് ഉമർ അലി ശിഹാബ് തങ്ങള്, സെയ്ദ് ഹൈദർ അലി ശിഹാബ് തങ്ങള്, സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങള്, ഇവരൊക്കെ എന്ന് പറയുന്നത് ഈ സമസ്തയുടെ നിസ്വാർത്ഥ പ്രവർത്തകരാണ്. ഈ സമസ്തക്ക് വേണ്ടി അവരുടെ ചോരയും നീരും ചെലവഴിച്ച ആളുകൾ അവരല്ലാണ്ട് പിന്നെ ആരാ നടത്തുന്നേ? അവരെന്നെ നടത്തുന്നേ. പിന്നെ ലീഗിന് ഇപ്പോ തെരഞ്ഞെടുപ്പ് ഇതൊക്കെ കഴിഞ്ഞുകൊണ്ട് അതിന്റെ കുറച്ച് തിരക്കും കാര്യങ്ങളുണ്ട്, അതിന്റെ കുറച്ച് ചർച്ചകളും കാര്യങ്ങളുണ്ട്. പിന്നെ ഈ പറയുന്നത് തങ്ങളുടെ സന്ദേശയാത്ര എന്ന് പറയുന്നത് അത് ഒരു വലിയ സമ്മേളനത്തിന്റെ മുന്നോടിയായിട്ടുള്ള പ്രചരണ യാത്രയാണ്. ഇതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത്, ലക്ഷ്യം എന്ന് പറയുന്നത് ഫെബ്രുവരിയിൽ കാസർകോട്ടെ കുനിയയിൽ നടക്കുന്ന ആ മഹാസമ്മേളനമാണ്, ഇന്റർനാഷണൽ കോൺഫറൻസ് ആണ്. അതിന് കയ്യും മെയ്യും മറന്ന് ഈ പറയുന്ന പാണക്കാട്ടെ കുടുംബവും ലീഗുകാരും ഒക്കെ ഉണ്ടാവും. അവര് തന്നെ നടത്തും, ഒരു കുറവും വരുത്താൻ.
വരുത്താതെ, ഒരു കുറവും വരുത്താതെ, ഒരു ന്യൂനതയും ഇല്ലാതെ ഈ ദീന് പറയുന്ന സമസ്തക്ക് വേണ്ടി ലീഗുകാരനാണോ ഉണ്ടാവുന്നത്? നിങ്ങൾക്ക് എന്താ ഇത്ര വലിയ മൂലം കടിച്ചില്ലേ? നിങ്ങൾക്ക് എന്താ ഇത്ര വലിയ കുരുപൊട്ടല്ലേ? എനിക്കിത് മനസ്സിലാവണില്ല. ആ ജമാഅത്തിന്റെ ചാനലൊക്കെ നിങ്ങൾ എടുത്തു പരിശോധിച്ച് നോക്കിയേ. ആ ജമാഅത്തിന്റെ ചാനലില് ഈ കന്യാകുമാരി എന്ന് തുടങ്ങിയിട്ട് ഇന്നിപ്പോ നമ്മൾ സംസാരിക്കുമ്പോ തിരൂരിൽ വന്ന് നിൽക്കുക എന്റെ പ്രിയപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയത്തങ്ങള്. ഇത്രയും തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂര് ഇത്രയും ജില്ലകൾ പിന്നിട്ടിട്ട് ഇന്ന് നിമിഷം വരെ മൗദൂദിയുടെ ചാനലുകാര് ഒരു വാക്ക് പോസിറ്റീവായിട്ട് ഒന്ന് അഭിനന്ദിക്കാന് ഇന്ന് നിമിഷം വരെ തയ്യാറായിട്ടില്ല. പിന്നെ എന്താ ഒരു പറഞ്ഞുകൊടുക്കണേ? ലീഗുകാര് ബഹിഷ്കരിച്ച്. എന്തൊലക്കാണോ നിങ്ങൾ പറഞ്ഞുകൊടുക്കണേ? നിങ്ങൾ എന്താ ഈ പറഞ്ഞുകൊടുക്കണേ? ലീഗുകാരാണോ ഈ പരിപാടി നടത്തുന്നത്? സമസ്ത എന്ന് പറഞ്ഞ ലീഗാണ്, ലീഗ് എന്ന് പറഞ്ഞ സമസ്ത അങ്ങനെ ഉള്ളൂ. നിങ്ങൾ എന്താ ഈ മനസ്സിലാക്കിയേക്കണേ? ഇനിയിപ്പോ ഇന്ന് വൈകുന്നേരം ആകുന്നതോടുകൂടി നിങ്ങളെല്ലാരും പരാതിയും വിഷമവും അവിടെ തീർന്നു കിട്ടും. ഇപ്പൊ തിരൂരിലെ പരിപാടി നടക്കാൻ പോവുകയാണ്. ആ തിരൂരിലെ പരിപാടി മലപ്പുറം ഈസ്റ്റും വെസ്റ്റുമായിട്ട് തിരൂരിലെ പരിപാടി, ഈ 2 സ്വീകരണ കേന്ദ്രങ്ങളാണ് മലപ്പുറത്തുള്ളത്. ആ മലപ്പുറത്ത് ഈ 2 സ്വീകരണ കേന്ദ്രങ്ങൾ, അത് മലപ്പുറത്ത് മാത്രമല്ലോ, മലപ്പുറത്തിനെ 2ആയി തിരിച്ചിട്ട് ഈസ്റ്റും വെസ്റ്റും തിരിച്ചിട്ടാണ് 2 സ്വീകരണ കേന്ദ്രങ്ങള്. അത് 2ലെയും സ്വീകരണവും പരിപാടിയും കഴിഞ്ഞ് കോഴിക്കോട്ടേക്ക് കിടക്കുമ്പോ നിങ്ങളുടെ എല്ലാ പരാതികളും അവസാനിക്കും. മനസ്സിലായില്ലേ? അത് അവിടെ തീരും. അത്രയേ ഉള്ളൂ നിങ്ങളോട് പറയാന്. മനസ്സിലായില്ലേ? അപ്പോ ഈ പറയുന്ന കാര്യങ്ങളില് വല്ല സത്യവും ഉണ്ടാകണമെന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ, പ്രത്യേകിച്ച് കേരളത്തിലെ മാപ്രകളോട്. പിന്നെ കുറച്ച് മുനാഫിക്കുകൾ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്, അവരോടും. എന്തെങ്കിലും വാശിയും എന്തെങ്കിലും അസൂയം തോന്നിയിട്ട് മാറി നിൽക്കുന്നവരുണ്ടെങ്കിൽ ഇതാ മലപ്പുറത്ത് എത്തിയിട്ടുണ്ട്. കേറിക്കോളി, ഇപ്പൊ കേറിക്കോളി, വണ്ടി പോവാണ്. കേറാനുള്ള അവസാന സമയമാണ് ഇത്. ഈ വണ്ടി അവിടുന്ന് പോയിട്ട് പിന്നെ കയറണമെന്ന് കരുതി കഴിഞ്ഞാല് നടക്കൂല മക്കളെ. അതുകൊണ്ട് കേറാനുള്ളവര് ഇപ്പൊ കേറിക്കോളി. മലപ്പുറത്ത് നിന്ന് വണ്ടി വിടാൻ പോവാ. പിന്നെ അവിടുന്ന് അവിടുന്ന് വിട്ടിട്ട് പിന്നെ ഈ വണ്ടിയിൽ ഈ കപ്പലിൽ കയറണം എന്ന് കരുതിയാല് അതിന് നിങ്ങൾക്ക് സ്ഥലം ഉണ്ടാവില്ല, നിങ്ങളെ കയറ്റാനും ആളുകളും ഉണ്ടാവില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ പാണക്കാട്ടെ തങ്ങൾ വരും, പാണക്കാട്ടെ കുടുംബവും വരും, ലീഗുകാർ തന്നെയാണ് നടത്തുന്നതും എന്നുള്ള കാര്യത്തില് നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. മനസ്സിലായില്ലേ? ഇത് പറഞ്ഞു വെച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലെന്നേ. കാരണം അവിടെ ഇവിടെയും കടന്ന് കുറെ എണ്ണം ഇങ്ങനെ കുരച്ചോണ്ടിരിക്കുക. സമസ്ത നായി തൊട്ട കലം പോലെ മാറ്റി നിർത്തിയ കുറെ എണ്ണം ഉണ്ട്. കുറെ എണ്ണം എന്ന് പറയാനില്ല, 1, 2, 3, 4, 5 ഇവിടെ കഴിഞ്ഞ 6 എത്തുമോ 7 എത്തുമോ എന്നുള്ള സംശയ. അങ്ങനത്തെ കുറച്ചെണ്ണം ഉണ്ട്. വിരലിൽ എണ്ണാനുള്ളത് എന്ന് പറയാൻ പറ്റൂല, ആ വിരല് വേണ്ടി വരൂല എണ്ണാന്. അങ്ങനത്തെ കുറച്ചുണ്ട്. നായി തൊട്ടക്കലം പോലെ സമസ്ത മാറ്റി നിർത്തിയ കുറച്ചെണ്ണം ഇങ്ങനെ കുറച്ചോണ്ടിരിക്കുക സോഷ്യൽ മീഡിയയിൽ കടന്നിട്ട്. ഒരു കാര്യം മനസ്സിലായിക്കോളി, സമസ്ത തന്നെയാണ് ലീഗ് തന്നെയാണ് സമസ്ത എന്നുള്ളത് മനസ്സിലായിക്കോ. ഈ പരിപാടിക്ക് അങ്ങനെ അങ്ങട് നിങ്ങളെ കൊണ്ട് ഈ കലക്കിയിട്ടുള്ള ഈ വെള്ളം കലക്കിയിട്ടുള്ള മീൻ പിടുത്തുണ്ടല്ല, അത് ഞങ്ങൾ അങ്ങോട്ട് സമ്മതിച്ചു തരൂല. അതങ്ങനെ സമ്മതിച്ചു തരാൻ അനുവദിച്ചു തരാൻ സാധ്യമല്ലെന്നേ, സാധിക്കുകയില്ല, അതിന് അനുവദിക്കുകയുമില്ല. അങ്ങനെ ഒരു പോറല് ബഹുമാനപ്പെട്ട സമസ്തക്ക് മുകളില് ഒരു കീറല്, ഒരു മാന്തല്, ഒന്ന് തോണ്ടാന് ഞങ്ങളാരും സമ്മതിക്കൂല. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ, അത്രേ പറയാനുള്ളൂ.